എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങൾ ഹോളി എന്ന പദം കേട്ടിട്ടുണ്ടില്ലേ? ശുദ്ധം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? വളരെ പവിത്രതയുള്ള, ഒരു പാപമൊന്നുമില്ലാതെ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറഞ്ഞ ചില വ്യക്തികളെക്കുറിച്ച് പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കര വിശുദ്ധന്മാരാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഇമേജാണ് നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. വാസ്തവത്തിൽ ബൈബിള് ഹോളി എന്ന് പറയുമ്പോൾ, അല്ലെ ശുദ്ധം അശുദ്ധം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ അവിടെയാണ് ദൈവം ഇത് ആദ്യമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നത്. ശുദ്ധവും അശുദ്ധവുമായിട്ട്. മലയാളം ബൈബിളിൽ ശുദ്ധം അശുദ്ധം എന്ന് പറയുന്നു. ലേവ്യ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നു. പല ഭാഗത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് ഇത് ശുദ്ധമായിരിക്കണം, അത് അശുദ്ധമായിരിക്കണം. മലിനം അല്ലാത്തത് അത് വേറെ, അതുപോലെ തന്നെ ശുദ്ധവും അശുദ്ധവും വേറെ. പക്ഷേ ഈ ശുദ്ധം എന്ന പദം എവിടെയൊക്കെ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം കദോഷ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കദോഷ് എന്ന പദത്തിൻ്റെ അർത്ഥം ഈ പാപങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെ ഇങ്ങനെ ഉയർന്ന് മാറ്റി ഇങ്ങനെ വളരെ വിശുദ്ധമായ അങ്ങനത്തെ ഒരർത്ഥമല്ല. കദോഷിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റി വച്ചിരിക്കുന്നത്. സെപ്പറേറ്റഡ് ഫോർ ഗോഡ്, സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ബാക്കിയിൽ നിന്ന്, സാധാരണമായതിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു. അതാണ് ഹോളി. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഹോളിയുടെ ഓപ്പോസിറ്റ് ശബ്ദം അൺഹോളി അല്ല, ശുദ്ധവും അശുദ്ധവുമല്ല, ശുദ്ധവും സാധാരണമായതെന്ന. ഹോളി കോമൺ, ഹോളിയും ഓർഡിനറിയും. അല്ലാത്തതെല്ലാം ഓർഡിനറി. ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റിവെച്ചിരിക്കുന്നത് ശുദ്ധം. ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കാത്ത ബാക്കിയെല്ലാം സാധാരണം. ദൈവം കാണുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ദൈവം അങ്ങനെയാണ് പറയുന്നത്, ഹോളി വേഴ്സസ് കോമൺ. അപ്പോൾ അതേ കോൺസെപ്റ്റാണ് പുതിയ നിയമത്തിൽ ഇന്നത്തെ വിശ്വാസികളായിരിക്കുന്ന നമ്മളിൽ നിന്നും ദൈവവചനം പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ഒരു ചിന്ത, ശുദ്ധം വിശുദ്ധം അല്ലെങ്കിൽ ഹോളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കാർക്കും എത്തിപ്പറ്റാൻ പറ്റാത്ത ഒരു വലിയൊരു പവിത്രത, അങ്ങനത്തെ ഒരു ചിന്തയാണ് മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും പറയും, ഞാൻ വലിയ വിശുദ്ധ ജീവിതമൊന്നും ജീവിച്ചില്ലല്ലോ, എങ്ങനെയും എനിക്കങ്ങ് സ്വർഗത്തിലെത്തി പറ്റിയാൽ മതി. അത് ദൈവികമായ, അല്ലെ ബൈബിൾ പ്രകാരമുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ പൗലോസ് ഹോളി എന്ന പദം ഉപയോഗിക്കുമ്പോഴെല്ലാം ഗ്രീക്കിൽ ഹഗിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പഴയ നിയമത്തിൽ ദൈവം പറയുന്ന എബ്രായ ഭാഷയിലെ കൊദേഷിൻ്റെ അതേ അർത്ഥമാണ് വരുന്നത്. എന്താണെന്നറിയോ? ഈ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റി വച്ചിരിക്കുന്നത്. ആയതിൽ നിന്നും ദൈവത്തിന് വേണ്ടി സെറ്റ് അപ്പാർട്ട്. ഈ പദം പൗലോസ് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ, എപ്പോഴൊക്കെ പൗലോസ് ഈ സഭകൾക്ക് എഴുത്തെഴുതും, കൊരിന്ത്യ ലേഖനം, റോമാലേഖനം, അതുപോലെ തന്നെ എഫെസോസിലെ സഭകൾക്ക് എഴുതിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഇതിനകത്തൊക്കെ അവരെ ആ സഭയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടു ദ ഹോളി പീപ്പിൾ, അല്ലെങ്കിൽ ടു ദ സെയിൻറ്റ്സ് ഇൻ കൊലോസി, ടു ദ സെയിൻറ്റ്സ് ഇൻ കൊറിന്ത്, ടു ദ ഹോളി പീപ്പിൾ ഇൻ റോമയിൽ താമസിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ എഫെസസിലുള്ള വിശുദ്ധ ജനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക്. അപ്പോൾ ഈ വിശുദ്ധന്മാരെന്നുള്ള ആ പദം അപ്പം അവിടെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, പൗലോസ് ഒരു സഭയ്ക്കകത്തെ മൂപ്പന്മാർക്ക്, അല്ലെങ്കിൽ വലിയ വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന് എഴുതിയതാ. നോ, പൗലോസ് ഹോൾ സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ കൊരിന്ത്യ ലേഖനമൊക്കെ വായിച്ചു നോക്കിയാൽ ആ സഭയ്ക്കകത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? ഇത്രയും പ്രശ്നങ്ങളുള്ള സഭ, അവരെ പൗലോസ് അഡ്രസ്സ് ചെയ്യുന്നത് എന്താ? വിശുദ്ധ ജനം, ടു ദ സെയിൻറ്റ്സ്, ടു ദ ഹോളി പീപ്പിൾ ഓഫ് ഗാഡ്. അതെങ്ങനെ അങ്ങനെ വെക്കുന്നത്? ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന അവരുടെ വിളിയെ പൗലോസ് ഓരോ പ്രാവശ്യവും ഓർമ്മിപ്പിക്കുക. നിങ്ങൾ സാധാരണക്കാരല്ല,
നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ജനമാണ്. ഓരോ പ്രാവശ്യം കൊരിന്ത്യയിലെ സഭയെ നിങ്ങളാരാ? ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന, സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് ഫ്രം ദ കോമൺ, ഫ്രം ദി ഓർഡിനറി. നിങ്ങൾ ഓർഡിനറി മനുഷ്യരല്ല, നിങ്ങൾ കോമൺ മനുഷ്യരല്ല, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവം സെപ്പറേറ്റ് ചെയ്ത ഒരു ജനമാണെന്ന് നിങ്ങൾ മറക്കരുത്. അതാണ് അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ, സംബോധന ചെയ്യുമ്പോൾ തന്നെ, തുടക്കത്തിൽ തന്നെ പൗലോസ് അവരെ ഓർപ്പിക്കുക. എന്തുവാ? നിങ്ങളുടെ വിളി ഇതാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന, നിങ്ങൾ എന്തിനാ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഓർഡിനറി മനുഷ്യരെ പോലെ ജീവിക്കുന്നത്? യു ആർ നോട്ട് ഓർഡിനറി, യു ആർ സെറ്റ് അപ്പാർട്ട്. അതാണ് പൗലോസ് അവിടെ ഓരോ പ്രാവശ്യവും ഓരോ ലേഖനവും എഴുതുമ്പോൾ ദൈവസഭയെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ മറക്കരുത്, നമ്മളുടെ മേലിലുള്ള വിളി എന്താ? വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. നമ്മൾ ആയിരിക്കുന്നിടത്ത്, നമ്മളുടെ ചുറ്റും, നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മൾ പഠിക്കുന്ന കോളേജ്, നമ്മൾ പഠിക്കുന്ന സ്കൂളുകൾ, എല്ലായിടത്തും സാധാരണ ഉള്ള ആൾക്കാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ഓർഡിനറി കോമൺ ആൾക്കാരും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ മധ്യത്തിൽ നമ്മൾ ഓർഡിനറി ആയിട്ട് ജീവിക്കാനല്ല, ദൈവം നമ്മളെ സെറ്റ് അപ്പാർട്ട്, അവന് വേണ്ടി വിശുദ്ധം, അവന് വേണ്ടി സെറ്റ് അപ്പാർട്ടായിട്ട് ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ വിളി അതാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അപ്രകാരം വേണം ഞാൻ എവിടെയാണെങ്കിലും ജീവിക്കുവാൻ. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ വിശുദ്ധം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു മോറലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ മാത്രമല്ല, അങ്ങനെയല്ല ദൈവം വിളിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി എന്താ? ദൈവത്തിന് വേണ്ടി മാറ്റി, ആ ഒരു ബോധ്യത്തോടു കൂടി എല്ലാവരും ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പാടില്ല, എല്ലാവരും ജീവിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാൻ പാടില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തവളാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ദൈവം എന്നെ സെറ്റപ്പാട്ട് ചെയ്തവനാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ വിളി അനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധർ അല്ലെ വിശുദ്ധ ജനം എന്നുള്ള ആ വിളി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ റൂട്ട് മീനിങ് മനസ്സിലാക്കി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. എവിടെ പോയാലും, ഏതൊക്കെ സാഹചര്യത്തിലായാലും, ഓൾവേസ് റിമെമ്പർ, യു ആർ നോട്ട് ഓർഡിനറി, യു ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. അപ്പോൾ പലതിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടും പലതും നോ പറയേണ്ടതായിട്ടും വരും. അങ്ങനെ ജീവിക്കാനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു ദൈവകൃപയും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു.